സാർ, ട്രംപിന് വേണ്ടി രാവുകളില്ലാതെ പണിയെടുത്ത മസ്ക് ഇപ്പോൾ ട്രംപുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ്. നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നവർ ഇപ്പോൾ പരസ്പരം മാറുമെന്ന് ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മസ്ക് സ്വന്തമായിട്ട് പാർട്ടിയൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനും ഉണ്ട്. അമേരിക്കയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അമേരിക്കൻ പ്രസിഡന്റിനെ ചീത്ത വിളിച്ചു അല്ലെങ്കിൽ അപമാനിച്ചു എന്ന് പറയാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം. ട്രംപിന് പ്രായത്തിൻ്റെ അസ്വസ്ഥതകളാണോ അതോ മാനസിക നില തെറ്റിയതാണോ രണ്ടാം തവണ വന്നു കഴിഞ്ഞപ്പോൾ ട്രംപ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മളെ രസിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു, ചിലപ്പോൾ സങ്കടപ്പെടും. ഇപ്പോൾ ടാക്സ് കൂട്ടിയതും ഇറക്കുമതി ചുങ്കം കൂട്ടിയതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, എലോൺ മസ്കിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ടെസ്ല കാറിൻ്റെ ഒരു അംബാസഡറായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് മാറുന്നു എന്ന് പറഞ്ഞ കാര്യമുണ്ടായിരുന്നു. ഇത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ എലോൺ മസ്കിന് തോന്നി ട്രംപ് എന്നെ മുതലെടുക്കുകയാണ്. ചിലപ്പോൾ ട്രംപിന് തിരിച്ചും തോന്നിയിരിക്കുക. എന്തായാലും തമ്മിൽ തെറ്റിക്കഴിയുമ്പോൾ പിന്നെ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്നത് ഈ പൊളിറ്റീഷ്യൻസ് ആയാലും ഈ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാവരാണെങ്കിലും ഒരു മാന്യത ഉണ്ടാവും. ശത്രുവാണെങ്കിലും മിത്രമായിരുന്നു പിന്നീട് ശത്രുവായാൽ വളരെ മാന്യമായിട്ട് മിണ്ടാതിരിക്കുക. ചില ഡിവോഴ്സ് കേസ് കഴിഞ്ഞിട്ടും പിന്നീട് ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ഇല്ലാക്കഥകൾ പറയുക, ഭാര്യ ഭർത്താവിനെക്കുറിച്ച് പറയുക. എന്നാൽ മാന്യമായിട്ട് അവർ പിരിയുന്നു. ഓരോരുത്തരും അവരവരുടെ ജീവിതം തിരഞ്ഞെടുക്കുന്നു. എന്തിനാണ് പിന്നെ ചെളിവാരി നിൽക്കുന്നത്? ഇത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് മനസ്സിലാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ശതകോടീശ്വരനായ മസ്കിന് മനസ്സിലാവുന്നില്ലെങ്കിൽ, നമ്മൾ സാധാരണക്കാർ എന്താണ് വിചാരിക്കേണ്ടത്? ഇവർക്കൊക്കെ പദവിയും പണവും കിട്ടിയാലും സംസ്കാരമില്ലെന്നല്ലേ? ഉറപ്പായിട്ടും. ഇപ്പോൾ മസ്ക് പുതിയ പാർട്ടി ഉണ്ടാക്കി. ആരോടെതിരിട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? കാശുണ്ട്, കയ്യിൽ പണമുള്ളതിൻ്റെ പേരിൽ. എന്നാൽ ഇവനെ ഒന്ന് നേരിട്ട് കളയാം. അവിടെയും സാധാരണ മനുഷ്യരെയാണ് പരീക്ഷിക്കുന്നത്. ഇയാൾ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഇയാൾ മാത്രം പോരല്ലോ, അതെ, ജനങ്ങളുടെ സപ്പോർട്ട് വേണ്ടേ? അപ്പോൾ എലോൺ മസ്കിൽ നിന്നും അമേരിക്കൻ ജനതയ്ക്ക് ഒരു വലിയ പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ആശ്വാസം കിട്ടുമെന്ന് കരുതിയിട്ടാണല്ലോ ജനങ്ങൾ പിന്നെ കൂടെ ചേരുന്നത്. എന്നാൽ മസ്ക് അതാണ് ഉദ്ദേശിക്കുന്നത്. ട്രംപിനെ എതിരിടാൻ വേണ്ടിയാണ് പാർട്ടി ഉണ്ടാക്കുന്നത്, അല്ലേ? ഇവിടുത്തെ PV അൻവർ ലൈൻ. ഇവിടെ PV അൻവർ എന്താണോ ചെയ്യുന്നത്? പിണറായി വിജയനെ എതിരിടാൻ വേണ്ടി രാജിവെച്ചു, പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു, പുതിയ മുന്നണി ഉണ്ടാക്കുന്നു. ഒരു PV അൻവർ ലെവലിലേക്കല്ലേ മസ്ക് പോകുന്നത്? എന്നാൽ ട്രംപ് മിണ്ടാതിരിക്കൂ, അതുമില്ല. ട്രംപ് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പുള്ളി ഈ തമാശയായിട്ടാണ് പറയുന്നത്. വിചാരിക്കുന്നത് പുള്ളി പറയുന്നത് മുഴുവൻ തമാശയാണെന്നാണ്. എനിക്ക് പോപ്പാകാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്നത് ജനം അത് പൊട്ടിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത്, ഒരു പദവിയിലിരിക്കുമ്പോൾ അയാൾ മനസ്സിലാക്കണം ഞാൻ ആരാണ്. എൻ്റെ വാക്കുകൾക്ക് പവൻ വിലയാണ്. അതെടുത്ത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു നേതാവുണ്ടാവണം. അയാൾക്ക് ആ പദവി കൊടുക്കാൻ പാടില്ല. ശരിയല്ല? ഉറപ്പായിട്ടും. അപ്പോൾ ഇലോൺ മസ്കും ട്രംപും തമ്മിൽ അടിയുണ്ടാവുന്നു. ഇതിനിടയ്ക്ക് ട്രംപ് പറഞ്ഞില്ലേ, ആപ്പിൾ ഇന്ത്യയിൽ നിർമ്മിക്കണ്ട. അതെ, ആപ്പിളിൻ്റെ ഫോണുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആപ്പിൾ കമ്പനിക്ക് ഇന്ത്യയിൽ അതുണ്ടാക്കിയാൽ വില കുറച്ച് അമേരിക്കയിലും കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് അവർ ചെയ്യുന്നു. എന്നാൽ മറ്റൊരു രാജ്യം രക്ഷപ്പെടരുത്. ട്രംപിൻ്റെ ഉദ്ദേശം അതല്ലേ? പിന്നെ അനാവശ്യമായി ഇന്ത്യയും പാകിസ്ഥാനുള്ള കാര്യത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ യുദ്ധം വേണ്ട, സമാധാനപ്പെടുമെന്ന് പറഞ്ഞ ഞാനാണ്, എൻ്റെ വാക്കുകൾ കേട്ട് എന്ന് നിങ്ങൾ ആലോചിക്കൂ. നരേന്ദ്രമോദിയും പറയുന്നു, പാകിസ്ഥാനും പറയുന്നു, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. നമ്മളതിൻ്റെ ടൈം ലൈൻ സഹിതം പുറത്തു വിട്ടു. എന്നിട്ടും അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു കാണും, നമുക്കിത് അവസാനിപ്പിച്ചുകൂടെ? അതെ, താങ്കളും മറ്റൊരാളും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ നോക്കി നിൽക്കുന്ന ചിലപ്പോൾ ഞാൻ പറഞ്ഞേക്കാം, ഇത് അവസാനിപ്പിച്ചുകൂടെ എന്ന് പറഞ്ഞേക്കാം. അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പാലിച്ചതെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? അതെ, അതൊരു അമേരിക്ക പോലെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ് പറയുന്നത്. അപ്പോൾ ഇത് ലോക പോലീസ് ചമയാനുള്ള ട്രംപിൻ്റെ ഒരു തീരുമാനമുണ്ടല്ലോ, അത് ലോകരാജ്യങ്ങൾ മുഴുവൻ അവഗണനയോടെ കാണുകയാണ്.
ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് എല്ലാവരും ചോദിക്കുന്നു. ഞാനതിന് പറഞ്ഞത് സംഭവിച്ചതാണ്. പ്രായത്തിൻ്റെ ഒരു അസ്വസ്ഥത, അസ്കിത എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവിച്ചിരിക്കുക. സ്വന്തം മകളെക്കുറിച്ച് പറഞ്ഞ കേട്ടിട്ടില്ലേ? ഇപ്പോൾ ഈ പ്രായത്തിൻ്റെ അസ്കിത മൂലം അല്ലെങ്കിൽ ഇത്തരം സമനില തെറ്റിയ ഇത് മൂലം ഇയാൾ എന്തെങ്കിലുമൊക്കെ നടപടി ചെയ്യുകയോ പ്രവർത്തിക്കുകയോ പ്രസ്താവിക്കുകയൊക്കെ ചെയ്യും. അത് ലോകത്തിൻ്റെ ഒരു സമാധാനക്കേടായിട്ട് മാറാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇയാൾക്ക് ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ സാധ്യതയില്ല, വരില്ല. ഇയാൾ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മൈൽ സ്റ്റോൺ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരിക്കും ഈ ചെയ്യുന്നത്. അതെ അതെ. പക്ഷേ ചിന്തയില്ലാതെ എടുത്തു ചാടും. ആരുടെയും വാക്കുകൾ കേൾക്കില്ല. വൈസ് പ്രസിഡന്റ് ഉണ്ട്, അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റുകൾ ഉണ്ടാവുമല്ലോ അവിടെ. ഒരു ഡിസ്കഷനിലൂടെ, ഒരു ചർച്ചയിലൂടെ എടുക്കാതെ ഇയാൾ ഓൾ ഓഫ് എ സഡൻ ഞങ്ങൾ പ്രഖ്യാപിക്കുകയല്ലേ. പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും എതിര് പറയൂ? അവർക്ക് പറയാൻ പറ്റുമോ ഇയാൾക്ക് ഭ്രാന്താണ്? ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഒരു കാര്യം പ്രഖ്യാപിക്കുന്നു, ചൈനയ്ക്ക് 125% ഇറക്കുമതി ചുങ്കം അങ്ങോട്ട് അടിക്കുകയാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടുകയാണ്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമില്ലേ, ആ ബന്ധം തകരുകയില്ലേ? ഇന്ത്യ പോലും നല്ല സൗഹൃദത്തിലാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുപോലെ നിരന്തരമായിട്ടുള്ള ഈ വൃത്തികേടുകൾ പറയുമ്പോൾ ആ ബന്ധം വേണം തീരുമാനിക്കേണ്ടി വരില്ലേ? ഇപ്പോൾ എന്താണ്, അന്യ രാജ്യത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അവിടെ വിസ നിയന്ത്രണം. എലിയെ പേടിച്ചില്ലം ചുടുക. എലിയെ പേടിച്ചില്ലം ചുടുക. ഇനി പറഞ്ഞു വരുമ്പോൾ അതിനൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ വിസ നിയന്ത്രണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ ചെന്നിട്ടുള്ള അന്യരാജ്യക്കാർ, ഞാനിവിടെ മലയാളികളിൽ നിന്ന് തന്നെ പറയും, അവർ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളിവിടെ എത്തിപ്പെട്ടു, രക്ഷപ്പെട്ടു, ഇനി മറ്റൊരിടത്തും വരില്ലല്ലോ. ഞണ്ട് ശാസ്ത്രമില്ലേ, ഒരുത്തൻ കയറിപ്പോയാൽ താഴെ നിന്ന് വലിക്കുക. അപ്പോൾ ട്രംപിനെ അനുകൂലിക്കുന്ന ഒരുപാട് മലയാളികളെ ഞാൻ കണ്ടു, അമേരിക്കൻ മലയാളികളെ. ട്രംപ് ഏതായാലും നന്നായി കേട്ടോ ചെയ്തത്. ഒരു കാര്യം കൂടി, അതായത് ഈ ആദ്യ ട്രംപിൻ്റെ ടേമിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജനസമ്മതി വല്ലാണ്ട് കുറഞ്ഞിരുന്നു. ഒരു കലാപമൊക്കെ നടത്തിയിട്ടാണല്ലോ ഇറങ്ങിപ്പോയത്. വീണ്ടും ട്രംപിനെ പോലെ ഒരു ജനസമ്മതി തീരെ ഇല്ലാതിരുന്നയാളെ അധികാരത്തിലെത്തിക്കാൻ സാധിച്ച ഒരാളാണ് മസ്ക്. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിലൊക്കെ നടത്തിയ ഒരാളാണ്. വെറും പണം മാത്രമല്ല, അയാളുടെ തലയിൽ എന്തൊക്കെയോ ബുദ്ധിയുണ്ട്. അപ്പോൾ മസ്കിനെ അങ്ങ് വില കുറച്ച് കാണേണ്ടതുണ്ടോ? അയാൾക്കും വേണമെങ്കിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കൂടെ? അയാൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കും, നിഷ്പക്ഷമായിട്ട് ആലോചിക്കണം. ട്രംപിനെതിരെ മത്സരിച്ചത് ആരാണ്? ബൈഡൻ അല്ല, കമല ഹാരിസ്. ഇന്ത്യക്കാരിയാണ്. അതെ അതെ. ഇന്ത്യൻ വംശജയാണ്. ഇന്ത്യക്കാരി എന്നല്ല, ഇന്ത്യൻ വംശജയാണ്. സ്ത്രീയാണ്. അവരധികാരത്തിൽ വരരുത് എന്ന് തീരുമാനിച്ചിട്ടാണ് ട്രംപിന് സപ്പോർട്ട് ചെയ്തത്. ശരിയല്ലേ? അതെ അതെ. മസ്ക്, ഞാൻ പറയുന്നു, കമല ഹാരിസ് ആണ് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിപൂർവമായ, അമേരിക്കൻ ജനതയ്ക്ക് ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷേ അമേരിക്കൻ പൊതുജനത്തിന് വനിതാ പ്രസിഡന്റുമാരെ വേണ്ടല്ലോ. വേണ്ട. അവിടെയാണ് ഞാൻ പറയുന്നത്, ലോകം വളർന്നു, അമേരിക്ക ലോകരാജ്യങ്ങളിൽ ഒന്നാമത് നിൽക്കുമ്പോഴും അവിടെ സ്ത്രീ പ്രാതിനിധ്യമില്ല, സ്ത്രീയെ പുറംകാലിന് തട്ടി പുറത്താക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ. അവിടെ ഞാൻ ഒരിക്കലും ഒരു പോസ്റ്റ് വായിച്ചതാണ്, എന്തൊക്കെ പറഞ്ഞാലും അവർ ഇന്ത്യൻ വംശജയല്ലേ, അമേരിക്കയിൽ ജനിച്ചു വളർന്നതാണ് എന്ന് പറഞ്ഞ പോസ്റ്റ് വരെ കണ്ടു. അപ്പോൾ അമേരിക്കൻ ജനത, ഈ വൈറ്റ് എന്ന് പറയുന്നവർ, അവരിലൊരാൾ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രായാധിക്യത്തിലെത്തിയ മനുഷ്യനെ തന്നെ അധികാരത്തിലേറ്റിയത്. അതിന് മസ്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മസ്ക് ഇപ്പോൾ ഈ ചേർന്നത് തന്നെ, ആദ്യം ട്രംപുമായിട്ടും ട്രംപിൻ്റെ പാർട്ടിയുമായിട്ടും ചേർന്നത് തന്നെ അടുത്തൊരു പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യം വെച്ചിട്ടാണോ എന്ന് സംശയമുണ്ട്. പക്ഷേ അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ഒറിജിനാണ്, അതിന് നിയമപരമായ തടസ്സമുണ്ടോ എന്നൊരു സംശയമുണ്ട്. നിയമപരമായിട്ട് തടസ്സമില്ലെന്നാണ് പറഞ്ഞത് അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ ജനിച്ച് ഒരാൾക്ക് അതിന് പറ്റൂ എന്നാണ്, അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മസ്ക് പിന്തുണയ്ക്കുന്ന ഒരാൾ പ്രസിഡന്റ് ആവാൻ. ഉറപ്പായിട്ടും. അപ്പോൾ ഈ പാർട്ടിയിലും ഭരണത്തിലും പിടിപാടുണ്ടെങ്കിൽ അത് സാധിക്കുമല്ലോ. അപ്പോൾ ട്രംപിന് ചിലപ്പോൾ അത് മനസ്സിലായി കാണും. ട്രംപിന് ഇനി ഒരു ടൈമും കൂടെ വരണമെന്നാണ് ട്രംപ് പറയുന്നത്. അത് കേട്ടില്ല?
ഈ പ്രായത്തിൽ ട്രംപ് പറയുന്നത് ഇനി ഒരിക്കൽ കൂടി എനിക്ക് പ്രസിഡന്റ് ആവണമെന്നാണ്. അത് മരിക്കുമ്പോൾ ചിലപ്പോൾ പ്രസിഡന്റായിട്ട് മരിക്കാനായിരിക്കും. അപ്പോൾ മസ്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് സാധിച്ചില്ലെന്ന് വരും. അത് ആ തോന്നൽ കൊണ്ടാണോ ചിലപ്പോൾ മസ്കിനെ ഒഴിവാക്കുന്നത് പോലും പറയാൻ പറ്റില്ല. പക്ഷേ മസ്കിന് പണമുണ്ട്. അതിൻ്റെ പേരിൽ ചിലപ്പോൾ പാർട്ടി ഉണ്ടാക്കി അടുത്ത ടേമിൽ മസ്കിന് മത്സരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മസ്ക് നിയന്ത്രിക്കുന്ന, മസ്ക് പറയുന്ന ഒരാളെ, ഒരു അമേരിക്കൻ വംശജനെ മത്സരിപ്പിക്കാൻ ശ്രമിച്ചേക്കാം, പ്രസിഡന്റ് ആക്കിയേക്കാം. എന്തായാലും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് അമേരിക്കയിലുണ്ട്. മലയാളികൾ ഒട്ടനവധിയുണ്ട്. ഏത് സംസ്ഥാനത്ത് ചെന്നാലും മലയാളി അസോസിയേഷൻ ഇതൊക്കെ. പക്ഷേ ആ മലയാളികളൊക്കെ ട്രംപിൻ്റെ വരവിൽ ഹാപ്പിയാണ്. ഇനിയൊരു അന്യസംസ്ഥാനക്കാരനും അങ്ങോട്ട് കയറില്ല, ഇനി വിസ കിട്ടില്ല എന്നുള്ള സന്തോഷത്തിൽ. അതാണ് മലയാളി.